ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്. എന്നാലും ഈ വരികൾ കേട്ടിട്ട് ഭാര്യ എന്താണ് പറഞ്ഞത്? ആ ഭാര്യ പടുത്താ പറഞ്ഞേ. അന്ന് ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലെന്താ കുഴപ്പം? കാരണം നല്ല വരികളല്ലേ. കാരണം ഞാൻ എത്ര മണി നേരത്തോളം പിന്നെ പരാതി പറയാത്തോളൂ, പരിവല്ലാത്തോളൂ, ഒരു നേരം പിരിഞ്ഞ് വെറും നല്ലതല്ല ഞാൻ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരാളെ തെറി പറഞ്ഞിട്ട് പിന്നെ കുറേ നന്നായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്നമ്മളെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടച്ചിങ് സീനൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വരുത് വേണം അത്രേ. വൈഫുകളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ കണ്ണ് പെൺകുട്ടികളെ തൊട്ടിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പം മുപ്പരാളെ എൻ്റെ പട തൊഴിലല്ലേ. അർഹിച്ചതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടിയ മനസ്സിലായി. ഞാൻ എഴുത്തുകാരനായി ആഗ്രഹിച്ച് ഞാൻ മ്യൂസിക് ഡയറക്ടറായി, പിന്നെ പാട്ടുകാരനായി. വെറും ആൽബങ്ങളിൽ മാത്രം നിന്ന് എൻ്റെ പാട്ട് മലയാള സിനിമയിലെത്തുന്നു. അറിയാതെയാണെങ്കിലും മലയാള സിനിമയുടെ അന്ന് തിയേറ്ററുകളിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നു. അതൊക്കെ ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം കിട്ടിയല്ലേ. ഹനമോളെ, വാപ്പിച്ചിയുടെ പ്രണയകഥ കേട്ടിട്ട് എന്ത്? അല്ല, ഇവർക്കറിയാലോ ഞാൻ ഇതിവിടെ ഇടയ്ക്ക് പറയുന്നത്. ഞങ്ങളെല്ലാം ഇടയ്ക്ക് ഇരുന്നിട്ട് എൻ്റെ ഉമ്മ പറയും, ഇവനെ അന്ന് എഴുതി, എൻ്റെ മകനോട് പറയും ഫുള്ള് എഴുതി കൊടുക്കല്, ഉമ്മ എഴുതി കൊടുക്കാന്ന് പറയാം. എഴുതി കൊടുക്കലായിരുന്നു പണി അന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പിന്നെ ആ കഥ ഇങ്ങനെ പറയും. ഞങ്ങളെ വീട്ടിൽ ഒരു മറയൊന്നുമില്ല, ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കേൾക്കും. പിന്നെ മകനും ആയാലും ഇതെല്ലാം കേട്ട് വളരെ എല്ലാം അന്ന് സംഭവിച്ചത് നല്ലതായിരുന്നു, ഇന്നതൊക്കെ മോശമായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞ് ജീവിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. രണ്ട് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ഒരാൾക്ക് എത്രത്തോണ്ട് മോശക്കാരനാകാൻ പറ്റും അത്രത്തോണ്ട് മോശക്കാരനായി, ഒരാൾക്ക് എത്രത്തോണ്ട് നന്നാൻ പറ്റും അത്ര. രണ്ടിലും ഏത് വേണേലും തിരഞ്ഞെടുക്കാം. അപ്പോൾ കിട്ടുന്ന ഒരു സൗഭാഗ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവർക്കൊക്കെ അന്നമോൾക്കൊക്കെ എല്ലാവരും. എന്നിട്ട് എന്ത് വാപ്പ ഇങ്ങനത്തെ കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് അനമോക്ക് തോന്നുക? ചിരി വരാറുണ്ടോ? വാപ്പ കത്തൊക്കെ എഴുതി കൊടുത്തു. അല്ല, നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ വിശ്വസിക്കാൻ തോന്നാറുണ്ടോ? അന്നമോളെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടച്ചിങ് സീനൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വരുത് വേണം അത്രേ. അങ്ങനെയൊക്കെ ഇത്ര വേടാ. അപ്പോൾ വൈഫുകളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യും. എന്തെന്നാൽ കണ്ടില്ല എൻ്റെ ഇപ്പോൾ കണ്ണ് പെൺകുട്ടികളെ തൊട്ടിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പം മുപ്പരാളെ എൻ്റെ പട തൊഴിലല്ലേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ. ഉമ്മ എന്താ പറയല് പറഞ്ഞു കൊടുക്കുക. ആദ്യം പറയല്ലേ. ആ അല്ലാത്ത എന്നിട്ട് എല്ലാവരും സ്വകാര്യത്തിൽ പറയാം. അതെ അത്ര വേണ്ടട്ടാ. എവിടെ പോയാലും എന്നെ മറക്കൂല, മറക്കരുത് അല്ലേ. അത് അവർക്ക് അറിയണോണ്ടാണ്. പിന്നെ ഞാൻ മറ്റേ മകളോട് കൂടുതലും അടുക്കുന്നത് പോലും അന്നമോൾക്ക് സങ്കടാ. അത് ശരി, ഭയങ്കര പൊസസീവ് ആണ് ഉപ്പ. അന്നമോൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്നാ ഇപ്പൊ ഉപ്പാന്റെ കണ്ണിൽ നോക്കിയിട്ട് ഉപ്പാനോട് എവിടെ പോയാലും എന്നെ മറക്കരുത്, എന്നെ ഇഷ്ടപ്പെടുന്ന അത്ര വേറെ ആരെ ഇഷ്ടപ്പെടരുത് എന്നൊന്ന് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എവിടെ പോയാലും എന്നെ മറക്കരുത്. പറയല്ലേ. അപ്പോഴേ ഇപ്പൊ പഴയ കാമുകിനെ പറ്റിയിട്ട് പാട്ടുകൾ പറയുന്നു, ഇന്റർവ്യൂസിലായാലും ഇക്കാനെ പറ്റിയിട്ട് അറിയുന്നവർക്കൊക്കെ ഈ കഥകളൊക്കെ അറിയാം. എങ്ങനെയാണ് ഇത്താത്ത, അതായത് വൈഫ് ഇതിനെ പറ്റിയിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? ഒന്ന് പോസിറ്റീവ് ആവാറുണ്ടോ ഇടയ്ക്ക്? അല്ല, വൈഫില് ഇത് ആദ്യത്തിൽ അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അത് മറ്റ് ആരോടും അങ്ങനെ പ്രണയം തോന്നാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഇനി ഒരു പുതിയ ഒരാളോട് തോന്നുമ്പോഴാ പ്രശ്നം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയോ? ഒന്ന്, എൻ്റെ ഫോണ്, എൻ്റെ ലോക്ക് എൻ്റെ വൈഫിനറിയാം. എൻ്റെ ഫോൺ ഇതുവരെ എൻ്റെ വൈഫ് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ ഫോണിലോട്ട് വൈഫ് നോക്കില്ല. ഇതിലൊരു കോള് വന്നു കഴിഞ്ഞാൽ തന്നെ വൈഫ്, എൻ്റെ ഫോണ് ഒരു 12 വർഷക്കാലമായിട്ട് സൈലൻ്റാണ് എൻ്റെ ഫോൺ. അന്നമോളെ പ്രസവിച്ച് അന്ന് സൈലൻ്റ് ആക്കിയുള്ളൂ. പിന്നെ ഞാൻ ഈ ഫോൺ റിങ്ങിൽ, അതന്ന് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നീട് എനിക്കത് മാറ്റാനും തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറയില്ലേ, അങ്ങനെ ചുരുങ്ങിപ്പോയി, വെള്ളിലേക്ക് ഒതുങ്ങിപ്പോയപ്പോൾ പിന്നെ ഞാനത് ഇതുവരെ സൈലൻ്റ് മോഡിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്നാൽ പോലും കോള് വരുമ്പോൾ വൈഫ് പറയും അതെ ഇന്നാല, ഇതിലെല്ലാ പേരും സേവ് ആവും. പിന്നെ വാട്സപ്പിൽ അവർ സേവ് ചെയ്ത നൈമൊക്കെ ഇതിൽ കാണിച്ചപ്പോഴും അങ്ങനെ ഒരു പരാതി ഇല്ലാത്ത ഒരു ഭാര്യയാണ്. അഥവാ 1,00,000 ആളുകളിൽ കിട്ടുന്ന എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്ന, എന്നിട്ടും എനിക്കിപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ട്. ഒന്നാമത്
ഒന്ന് ഏറ്റവും നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മകനായിട്ട് ജനിക്കാൻ പറ്റി. മറ്റൊന്ന് എൻ്റെ ഏറ്റവും നല്ല ജ്യേഷ്ഠൻ്റെ അനിയനായിട്ട് ജനിക്കാൻ പറ്റി. ഏറ്റവും നല്ല സിസ്റ്റർമാരെ ബ്രദറായിട്ട് ജനിക്കാൻ പറ്റി. അഥവാ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഒരു പക്ഷേ ലോകത്തൊരാളും സ്നേഹിക്കില്ല. ഞാനും തിരിച്ചങ്ങനെ തന്നെ. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ബഹുമാനിക്കുന്നത് പോലെ ലോകത്തൊരാളും ബഹുമാനിക്കുന്നുണ്ടാവില്ല. കാരണം ഒരു ജ്യേഷ്ഠൻ അനിയനക്ക് ഞങ്ങൾ ഒരുമിച്ചല്ല, ഞങ്ങൾ സിഗരറ്റ് വലിക്കുന്ന സമയത്തൊക്കെ പരസ്പരം വാങ്ങിയിട്ട് വലിക്കുമായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ ഉള്ള സമയത്ത് ജ്യേഷ്ഠൻ എൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കൂല. ഒരു റെസ്പെക്റ്റായിട്ട് ആൾ മാറി നിൽക്കും, അവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞ പോലെ ഇരിക്കില്ല. അപ്പം അതുപോലെ തന്നെയാണ് വൈഫിൻ്റെ കാര്യത്തിൽ. എല്ലാം കൊണ്ടും എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം, ഞാൻ ചെയ്യുന്ന കള്ളത്തരം അറിയാം. അപ്പം ഞാൻ എപ്പോഴും പറയും, എല്ലായിടത്തും പറയും, ഞാൻ നല്ലൊരു ഭർത്താവല്ല, പക്ഷെ നല്ല ഭാര്യയുടെ ഭർത്താവ് അവർക്ക് പറ്റും എന്ന് പറയും. അങ്ങനെയൊക്കെ അനുഗ്രഹിച്ച് ദൈവം തന്ന വലിയ അതൊക്കെയല്ലേ നമുക്ക് വേണ്ടേ. ബാക്കി നമ്മളെ സമ്പത്തും അതൊക്കെ സമ്പത്തും എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ പോയില്ലേ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ. പക്ഷെ അവിടെ ഞാൻ കെട്ടിയ പെണ്ണ് പാട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ വന്നത്. പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല, അതായത് സ്വന്തം ജീവിതത്തിനെ ഇത് ആസ്പദമാക്കിയിട്ട് എപ്പോഴും വരികൾ എഴുതുന്ന ആൾ എഴുതിയൊരു പാട്ടാണ്, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് എന്നാലും അവൾ ഇന്നെ സുന്ദരിയാണ്. ഈ വരികൾ കേട്ടിട്ട് ഭാര്യ എന്താണ് പറഞ്ഞത്? ആ ഭാര്യ പടുത്താ പറഞ്ഞേ. കാരണം എന്താ വെച്ചാല് ആ സമയത്ത് എന്നെ ആരും ഫോണിൽ വിളിച്ചാണ്, നിങ്ങളെന്താ ഒരു പ്രണയഗാനം കാമുകിനെ കുറിച്ച് മാത്രം പാടുന്നത്, അന്നിങ്ങനെ കോള് നന്നായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ് അതെല്ലാവർക്കും പ്രണയമുള്ളതല്ലേ എന്നൊക്കെ. അപ്പോൾ പറയാം എന്താ വൈഫിനെ കുറിച്ച് പാടാതെ. അപ്പം ഞാൻ വെറുതെ പാടിയതാ, ഞാൻ കിട്ടിയ പെണ്ണിന് ചന്തം കുറവാണ്, പിന്നെ എന്തൊക്കെയാണ് പാടി. അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോക്ക് കയറിയപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പാട്ട് ഇപ്പോൾ നീയിപ്പോൾ പാടുന്നത് കേട്ട്. അപ്പോഴാണ് ഈ പാട്ട് കൊള്ളാമെന്നാലും ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്തു. അങ്ങനെ ഈ പാട്ട് കാസറ്റിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് ആ വരി മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. കാരണം ഇതൊരു വിവാദത്തിലേക്കാവും ചിലപ്പോൾ പോകാമെന്ന് കരുതിയിട്ട്. ഞാൻ ആളുകളെ തെറിയൊക്കെ പറയും ചിലപ്പോൾ, കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാണെന്നുള്ള വരി മാറ്റിയിട്ട് പകരം കുറേ വരി വെച്ചിട്ട് ആ പാട്ടിൻ്റെ പഞ്ച് പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പാകപ്പിഴകളൊക്കെ തീർക്കാൻ വേണ്ടി വളരെ മനോഹരമായിട്ട് ഒരു ഭർത്താവ് ഒരു ഭാര്യയെക്കുറിച്ച് ഇനിയൊന്നും എഴുതാനില്ല എന്ന് തന്നെ തരത്തിൽ തന്നെ എഴുതി വെച്ചത്. അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അന്ന് ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് അന്ന് വരിയൊക്കെ മാറ്റാൻ നോക്കിയാടി. പക്ഷെ അതിലെന്തോ കുഴപ്പം, കാരണം നല്ല വരികളല്ലേ. കാരണം ഞാൻ ഇത്ര മണി നേരത്തോളത്ത് പിന്നെ പരാതി പറയാത്തോളൂ, പരിവല്ലാത്തോളൂ, ഒരു നേരം പിരിഞ്ഞ് വെറും നല്ലതല്ല ഞാൻ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരാളെ തെറി പറഞ്ഞിട്ട് പിന്നെ കുറേ നന്നായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിലായ? ആദ്യം ഒരു തെറി പറഞ്ഞിട്ട് പിന്നെ കുറേ പുകഴ്ത്തി പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആ പാട്ട് എവിടെയും പാടില്ല. പക്ഷേ ഇപ്പോൾ ആ പാട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 15 വർഷമായി. ഇപ്പോഴും അത് പാടാതെ ഒരു സ്റ്റേജിൽ നിന്ന് പോകാൻ ഒരിക്കില്ല. അങ്ങനത്തെ ഒരു പാട്ട്. അപ്പം ഞാൻ പറയും, ലോകത്തിൽ പല ഭർത്താക്കന്മാർക്കും പറയാനുള്ള കാര്യം പാട്ടിലൂടെ പറഞ്ഞാണ്. എന്നാ ഇക്കാ പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരും പ്ലീസ്. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും, ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാലവളിൽ പെരുന്നാളിൻ പൊലിവാണ്, ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാണ്, സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ, ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ്. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം വൈഫിനെ കുറിച്ച് വേറെയും പാട്ടുകളൊക്കെ ഞാൻ എഴുതി. പക്ഷേ ഇപ്പം അടുത്താണല്ലോ വൈഫ് ഇത് തുറന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ട് ഇപ്പം അടുത്ത് റിലീസാവുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ നാളെ അത്, കാരണം ഇപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്യാൻ പറ്റും, അവർക്ക് നാളെ ഇറക്കി അവർ, അതുകൊണ്ട് പാടുന്നില്ല. അപ്പോൾ അത് പാടി ഇറങ്ങിയതിന് ശേഷം ഒന്ന് ഇന്റർവ്യൂ അതെന്തായാലും ഭയങ്കര അടിപൊളി പാട്ട് എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവും. അതിലെ വരികളും അതിൻ്റെ ട്യൂണും നല്ല അടിപൊളി മെലഡിയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തൊരു പാട്ടായിട്ടാണ് ആ പാട്ട് വരുന്നത് ഓൾറെഡി. അപ്പൊ അത് കേട്ടിട്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇക്കടെ പാട്ടുകൾ
പണ്ട് സൂപ്പർ ഹിറ്റായിരുന്നു, ലൈക്ക് ഒരു സെൻസേഷണൽ സംഭവമായിരുന്നു. പിന്നീട് ഇടക്കാലം കൊണ്ട് കുറെ ട്രോൾസ് നേരിട്ടിട്ടുണ്ട്. ലൈക്ക് ആൾക്കാർ എന്നാലും ഒളിച്ച് കേട്ടിരുന്ന് ആസ്വദിക്കുന്ന ഒരു ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇക്ക അതിൽ അവെയറാണ്. അപ്പം ഇക്കയ്ക്ക് എന്താണ് തോന്നുന്നത്, ഇത് ഒരു മ്യൂസിക്കൽ ആ ഒരു ടേസ്റ്റിന്റെ ഒരു ഷിഫ്റ്റ് ആണോ ഇത് കാണിക്കുന്നത്? അതെ, ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒരു കാലഘട്ടത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ എല്ലാത്തിലും വരും. അത് ഇപ്പോൾ സിനിമയിലായിക്കോട്ടെ, സിനിമയുടെ ടേസ്റ്റും സ്റ്റൈലും ഒക്കെ മാറി, മേക്കിംഗ് ഒക്കെ മാറിയല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ പാടുന്ന കാലഘട്ടത്തിൽ അന്ന് അത് മതിയായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റൈല് മാറി, മ്യൂസിക്കിൻ്റെ സ്റ്റൈല് മാറി, ഓർക്കസ്ട്രേഷൻ്റെ സ്റ്റൈല് മാറി, പാട്ടിൻ്റെ സ്റ്റൈല്, സിംഗിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ മാറി. അതിലുള്ള വ്യത്യാസം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മളാ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ നിൽക്കാത്തൊരു കാലഘട്ടം അല്ലേ, പ്രത്യേകിച്ച് ലേഡീസ് തിയേറ്ററിൽ അധികം പോകാത്ത കാലഘട്ടം. അന്ന് അവർക്ക് ആസ്വദിക്കാൻ ഈ പാട്ടുകൾ മതിയായിരുന്നു, അവരുടെ സന്തോഷം അതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എത്ര നാൾ എന്ന് പറഞ്ഞ പാട്ട് മലയാള സിനിമയിലെത്തിയപ്പോൾ ആ പാട്ടുള്ളതിൻ്റെ പേരിൽ തിയേറ്ററിൽ സിനിമ കാണാൻ പോയ ഫാമിലിയിൽ എനിക്കറിയാം കുറേ പേരെ. അപ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങളെ പാട്ടാണല്ലോ, അത് സെലീം കൊടുത്തതിൻ്റെ പാട്ടൊന്നുമല്ല, ഞങ്ങളെ പാട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയാൽ. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു എല്ലാ പാട്ടുകളും. എൻ്റെ പാട്ടൊന്നുമല്ല, ദാസേട്ടൻ്റെ ആയിക്കോട്ടെ, എല്ലാവരുടെ പാട്ടുകളും നമുക്കൊരു സന്തോഷവും സമാധാനവും നമുക്ക് ആസ്വദിക്കാൻ വേറൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ എല്ലാവരും അതിൽ സ്വീകരിച്ചു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു സംഭവം ഞാൻ പറയാം. ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് സഹതാപം ഇല്ല, സങ്കടമില്ല. അത് കാരണം അവരത് നമ്മൾ അനുഭവിക്കാത്തതെല്ലാം, ആരോ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥയാണ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരാളെ സങ്കടം ഇഷ്ടമല്ല, കാരണം അതിനും നേരമില്ല നമുക്ക്. അപ്പോൾ വെറും അടിപൊളി വൈബ്. അതുമാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ മാറ്റത്തിൻ്റെ കാരണം. അതുകൊണ്ടായിരിക്കും ഒരു പാട്ടിന്റെ ടേസ്റ്റിലും ആ ഒരു ഷിഫ്റ്റ് വന്നത്. അതെ അതെ അതെ. സോ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഹിറ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് എന്നും കേട്ട് രസിക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാക്കിയ ഒരാൾ, ലൈക്ക് ഓഫ് കോഴ്സ് സുലേഖ മൻസിലിക്കാൻ്റെ പാട്ടുണ്ട്, അത് സൂപ്പർ ഹിറ്റാണ്, ആ സിനിമയിലൊരു സിഗ്നേച്ചർ പാട്ട് തന്നെയാണ്. എങ്കിലും ഇക്കാനിലെ കലാകാരന് സിനിമയിൽ അവസരം കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ ഇക്കൊക്കെ ഉണ്ടോ? ഓർ അർഹിച്ചതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടിയ മനസ്സിലാണ്. ഞാനൊന്നും തേടിപ്പോതെ തന്നെ എന്നിലേക്ക് വന്നു ചേർന്നു. ഞാൻ ഒരിക്കൽ പോലും ഒരു പാട്ടുകാരനായി വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ ആളുകളും പറയും നമ്മൾ കുന്നോളം ആഗ്രഹിക്കണം, എന്നാൽ ദൈവം കുന്നിക്കുരുവോളമെങ്കിലും തരാതിരിക്കില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് പറയാം. ഞാൻ പറയും നമ്മൾ കുന്നിക്കുരുവോളം ആഗ്രഹിക്കുക, എന്നിട്ട് കുന്നോളം നേടിയെടുക്കുക. അപ്പോഴാണ് മാറ്റം. നമ്മൾ ഒരു കുന്നോളം ആഗ്രഹിച്ചിട്ട് കുന്നിക്കുരുവോളം കിട്ടിയാൽ നമ്മൾ തൃപ്തരാവില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇതല്ലായിരുന്നു പറയും. പക്ഷേ നമ്മൾ കുന്നിക്കുരുവോളം ആഗ്രഹിച്ചിട്ട് കുന്നോളം നേടിയെടുത്താൽ നമ്മൾ തന്നെ സക്സസ് മാൻ. അപ്പോൾ എങ്ങനെ തിരിച്ചു നോക്കി, ഞാൻ ഇതെല്ലാം ഞാൻ നേടിയെടുത്തതാണ്. അപ്പം ഞാനൊരു എഴുത്തുകാരനായി ആഗ്രഹിച്ചു. ഞാൻ ആദ്യമായിട്ടൊരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അന്ന് എടുത്തത് പുതിയ ആൾട്ടാണ് സംഭവം. ഇൻസ്റ്റാൾമെൻറ്റിനാണെങ്കിലും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ വണ്ടികൾ ഞാൻ മാറി. പിന്നെ ഞാൻ എഴുത്തുകാരനായി ആഗ്രഹിച്ച് ഞാൻ മ്യൂസിക് ഡയറക്ടറായി, പിന്നെ പാട്ടുകാരനായി. വെറും ആൽബങ്ങളിൽ മാത്രം നിന്ന് എൻ്റെ പാട്ട് മലയാള സിനിമയിലെത്തുന്നു. അറിയാതെയാണെങ്കിലും മലയാള സിനിമയുടെ അന്ന് തിയേറ്ററുകളിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നു. അതൊക്കെ ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം കിട്ടിയല്ല. എവറിത്തിങ് ദാറ്റ് കംസ് ഓൺ മൈ വേ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് എന്നുള്ളൊരു സാധനം എന്ന് കരുതി നമ്മളെല്ലാം വന്നു ചേരുന്ന വെച്ചിട്ട് നമ്മൾ പ്രയത്നിക്കാതിരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു കോളേജിൽ പോയിട്ട് സംസാരിക്കുന്നതിലിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ 20-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. അങ്ങനെ ഭാര്യ വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ 6-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനന്ന് പഠിച്ച സ്കൂളിൽ ഞാൻ ഏറ്റവും മോശക്കാരനായ ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നു. എൻ്റെ സഹപാഠികളൊക്കെ നന്നായി പഠിക്കുന്നവരായതുകൊണ്ട് മാത്രം മോശക്കാരനായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത ആ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഞാൻ പോയി. അവിടെ ഞാൻ ഗസ്റ്റായിട്ട് സ്റ്റേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ അന്ന് മിടുക്കന്മാരായ സഹപാഠികൾ സ്റ്റേജിൻ്റെ പുറത്ത് കസേരയിലും നിന്നിട്ടൊക്കെ എന്നെ ശ്രവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള മെസ്സേജ് എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വേറൊരു സ്കൂളിൽ കോളേജിൽ പോയി സംസാരിച്ചതിൻ്റെ ശേഷം ഒരു കുട്ടി പറഞ്ഞു, എന്നാൽ ഞാനും ഇനി 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എനിക്കിട്ട് നിങ്ങളെപ്പോലെ പാട്ട് എഴുതണം, അങ്ങനെ വലിയ ഇതൊക്കെയാണ് അവൻ്റെയും. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എടാ കേരള ലോട്ടറി പല ആളുകൾ എടുക്കലുണ്ട്, പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് അടിക്കാറുള്ളൂ.
അങ്ങനെയല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് നിനക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രയത്നിക്കണം. അഥവാ എൻ്റെ ഒരു വലിയൊരു എഫേർട്ട് ഉണ്ടായിരുന്നു ഇതിലേക്ക് എത്താൻ. ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ആ ഒരു ഇതിലേക്ക് എത്താൻ. ബാക്കിയൊക്കെ വന്നു ചേർന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം ദൈവം എനിക്ക് തന്നു. ഇപ്പൊ ഇക്ക നേരത്തെ പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഒരു സ്പെഷ്യൽ ബോണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതേ ഇക്കയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള 2-3 ദിവസം എന്തോ ഇക്ക ജയിലിൽ കിടന്നിട്ടുണ്ട്. ലൈഫിൽ ഉണ്ടായിട്ടുള്ള 2-3 അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വാപ്പയോടുള്ള ഒരു സ്നേഹപ്പുറത്തുണ്ടായിട്ടുള്ള വഴക്കുകളാണ് എന്നെനിക്കറിയാം. സോ അബൌട്ട് യുവർ ബോണ്ട് വിത്ത് യുവർ ഫാദർ. ഉപ്പ എന്ന് പറയുന്ന ആള് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപ്പയെ കൊണ്ടൊന്നും നമുക്ക് നേടിത്തരാൻ കഴിയാത്തൊരു നിരാശയോടെയാണ് ഇപ്പം മരണപ്പെട്ടത്. കാരണം ഞങ്ങൾ ആഗ്രഹങ്ങളൊന്നും നേടിത്തരപ്പാക്കി കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അതിലൊരിക്കലും പരാതിയില്ല. കാരണം ദൈവത്തിൻ്റെ തീരുമാനം അതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾ. ഞങ്ങൾക്ക് വിധിയില്ലാത്തത് കൊണ്ട് മാത്രം ഉപ്പാനെ കൊണ്ട് അത് നേടാൻ പറ്റിയില്ല എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. പിന്നെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഈ ചെറിയ വീടാകുന്ന സമയം സർവീസുകാർ ബസ് പൊട്ടിച്ചിട്ട് ആ ബസ് ഞങ്ങൾ തടുക്കുകയാണ്. ആ തടുക്കുന്നതിലിടയ്ക്ക് തടന്ന് പോലീസ് വന്ന് പ്രശ്നമാകുന്ന സമയത്ത് എൻ്റെ ഉപ്പ അവിടെ അപ്പോൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പാവം ജീവിതത്തിൽ എൻ്റെ ഉപ്പാക്കെന്ന് പറഞ്ഞാൽ ഒരാളും മോശം പറയിപ്പിച്ചിട്ടില്ല ഒരാളെ കൊണ്ട്. ഉപ്പ ആകെ പറയിപ്പിച്ചത് ഉപ്പ ഇത്ര വർഷം ഗൾഫിൽ ദുബായിലും 12 വർഷം തുടർച്ചയായിട്ട് ഒന്നും സമ്പാദിച്ചില്ല, ഒന്നും നേടിയില്ല. അങ്ങനെ ഇത് മാത്രമേ മറ്റുള്ള ആളുകൾക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും മോശം പറയിപ്പിക്കാത്തതാണ്. അപ്പോൾ അന്ന് SI എല്ലാവരും തള്ളി മാറ്റുന്നതിലിടയ്ക്ക് എൻ്റെ ഉപ്പാടെ കോളർ പിടിച്ചു. അത് കണ്ടിട്ടാണ് ഞാൻ അവിടെ റിയാക്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ അതും നല്ലതിനാന്ന് വിശ്വസിക്കാൻ ഞാൻ അത് മുതൽ ഞാൻ അങ്ങോട്ട് ക്ഷമയുള്ള മനുഷ്യനായി മാറി. കാരണം ഒരു ബസ്സുകാരൻ മൂലം സംഭവിക്കുന്ന അതിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് അന്ന് 3 ദിവസം ജയിലിൽ കിടന്നു. ആ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട ശേഷം ഞാൻ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം പഠിച്ചു. ഇപ്പം ഞാൻ അതിൻ്റെ ശേഷം ഒരു പ്രശ്നങ്ങളിലേക്കും. അപ്പോൾ ജീവിതത്തിലെല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് കലങ്ങിയ വെള്ളം ഒരു നാൾ തെളിയും എന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും സലീമിക്ക താങ്ക് യു സോ മച്ച്. ആൻഡ് ഹന്നക്കുട്ടി വീണ്ടും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണെങ്കിൽ വെൽക്കം ടു വുമൻഹുഡ്. അപ്പം സുന്ദരി കുട്ടിയായിട്ടിരിക്കുക. അന്നമോളെ ഈ ഒരു വിശേഷം ആദ്യമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന നിങ്ങളെ ഈ ചാനലിലൂടെ. അതെ, ഞങ്ങളുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. അതെ, ഞങ്ങളുടെ കുഞ്ഞാണ്. അല്ല, അത് ഞാൻ തുറന്നു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം കൽപ്പിക്കുന്ന ആളാണ്. ഞാൻ അന്ധമായിട്ടുള്ള മതവിശ്വാസിയല്ല. പക്ഷേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥനയിലും ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന, ഞാൻ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും വലിയ വിശ്വാസങ്ങളാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അന്നമോള് ഇത്ര ഉയർച്ചയിലെത്തിയപ്പോൾ എന്നേക്കാൾ ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കിലൊക്കെ അതിന് നിങ്ങൾ ഒരുപാട് ആളുകളെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ മകൾ ആണ് അന്ന എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അപ്പോൾ ഞങ്ങളും കൂടി അന്നാന്ന് പറയും. അത്രക്കധികം ആളുകൾ അന്നമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവരെ കൂടി ഈ സന്തോഷം അറിയിക്കാൻ കഴിഞ്ഞു. അവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് അന്നമോൾ ഇനിയും ഉയരങ്ങളിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇപ്പം അന്നമോള് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു. ആണോ? 11 സെന്റ് ഭൂമി സ്വന്തമായിട്ട് വാങ്ങിച്ചു. അത്യാവശ്യം വലിയ വില ഒന്നുമില്ല വെച്ചാൽ ഞങ്ങളവിടെ സ്ഥലങ്ങൾക്ക് കുറച്ച് വില ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വിലയുള്ള ഒക്കെ തന്നെ അതിൽ ഇനി ഒരു വീടൊക്കെ പണിയാണ്. അതിനാണ് ഇനി ഞങ്ങളെ ഉപ്പാനെ സൂപ്പറായിട്ട് നോക്കട്ടെ കേട്ടോ. ഉപ്പാനും ഉമ്മാനും എല്ലാവരും ഇപ്പം വളരെ എന്താ പറയാ ദൈവം അനുഗ്രഹിച്ച ഒരു ഫാമിലിയാണ്. ആ അനുഗ്രഹം എന്നും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇക്ക ആൻഡ് ഹന്നക്കുട്ടി താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാനും വീണ്ടും ഇതേമാതിരി വന്നിട്ട് ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിന് ഭാഗ്യം നമുക്കും. താങ്ക് യു സോ മച്ച്.